തീക്ഷ്ണമായ ഒട്ടനവധി സമരങ്ങളാൽ രൂപപ്പെട്ട നാടാണ് കേരളം. ഇന്ത്യയിലെ ആദ്യ കർഷക പണിമുടക്കിന് നേതൃത്വം നൽകിയ അയ്യങ്കാളി മുതൽ അനേകം പോരാളികൾ ജീവിച്ചു മരിച്ച മണ്ണ്. കേരളത്തിന്റെ ഈ പോരാട്ട ചരിത്രത്തിൽ സ്ത്രീകൾ നടത്തിയ മുന്നേറ്റങ്ങൾക്കും നിർണായക പങ്കുണ്ട്. ആൺ ചരിത്രങ്ങൾക്ക് മുൻപിൽ സ്ത്രീകളുടെ മുന്നേറ്റങ്ങളിൽ പലതും രേഖപ്പെടുത്താതെ പോയിട്ടുണ്ടെങ്കിലും ചരിത്രത്തിന് പോലും വിസ്മരിക്കപ്പെടാൻ കഴിയാത്ത അനേകം സ്ത്രീ പോരാട്ടങ്ങൾ ഇവിടെയുണ്ട്. ഏത് സമരം എടുത്ത് നോക്കുകയാണെങ്കിലും അധികാരവർഗത്തിന് ഒരേ മനോഭാവമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അധിക്ഷേപങ്ങളാലും അക്രമങ്ങളാലുമാണ് എക്കാലവും അധികാരവർഗം സമരങ്ങളെ, പ്രത്യേകിച്ച് സ്ത്രീ സമരങ്ങളെ നേരിട്ടിരിക്കുന്നത്. സ്ത്രീ പോരാട്ടങ്ങളെ കുറിച്ച് പറയുമ്പോൾ നിലവിൽ സെക്രട്ടേറിയറ്റിന് മുൻപിൽ നടന്നു വരുന്ന ആശാ വർക്കർമാരുടെ സമരത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ആശാ വർക്കർമാരുടെ സമരം ദിവസങ്ങൾ കടന്നിരിക്കുകയാണ്. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സ്ത്രീ സമരം നടക്കുന്നത്. സമരത്തിന് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും ഭരണകക്ഷിയായ CPM നേതാക്കൾ നിരന്തരം സമരത്തെ തള്ളുകയാണ് ചെയ്തത്. അവകാശ സമര പോരാട്ടങ്ങളിലൂടെ കേരള മണ്ണിൽ കാലുറപ്പിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകുന്ന സർക്കാർ ആശാ വർക്കർമാരുടെ സമരത്തോട് കാണിക്കുന്ന സമീപനം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് CPI അടക്കമുള്ള പാർട്ടികൾ വരെ ചൂണ്ടിക്കാട്ടുന്നു. ആശാ വർക്കേഴ്സ് ചെയ്യുന്ന ജോലിക്ക് കൂലി നൽകാത്തതിനാൽ അവർക്ക് സെക്രട്ടേറിയറ്റ് നടയിൽ സമരം ചെയ്യേണ്ടി വരുന്നു. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അപമാനകരമാണ്. ആശാപ്രവർത്തകരോടൊപ്പമാണ് എന്നാണ് സാഹിത്യകാരൻ സച്ചിദാനന്ദ അടക്കമുള്ളവർ അഭിപ്രായപ്പെട്ടത്. സമരം അനാവശ്യമാണെന്നും ആനുകൂല്യങ്ങൾ നൽകേണ്ടത് കേന്ദ്ര സർക്കാരുമെന്നാണ് സർക്കാരിന്റെ വാദം. നിലവിൽ 7000 രൂപയാണ് ആശാ വർക്കർമാരുടെ വേതനം. ഇൻസെന്റീവ് കൂടി ചേരുമ്പോൾ 13,500 വരെ ലഭിക്കും. ഇത് 21,000 രൂപയാക്കി ഉയർത്തുക, പെൻഷൻ അനുവദിക്കുക, കുടിശ്ശിക വേതനം നൽകുക, 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം എന്നീ ആവശ്യങ്ങളാണ് സമരം ചെയ്യുന്ന ആശാ വർക്കർമാർ ഉന്നയിക്കുന്നത്. ആയിരക്കണക്കിന് സ്ത്രീ തൊഴിലാളികൾ തൊഴിലാളി സംഘടനകളുടെയും നേതൃത്വങ്ങളുടെയും മുതലാളിമാരെയും ഒരേ സമയം വെല്ലുവിളിച്ച് മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളിൽ സ്ത്രീ തൊഴിലാളികൾ നടത്തിയ സമരമാണ് പെമ്പിളയൊരുമ. പെമ്പിളയൊരുമ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ബോണസ്, ശമ്പള വർധന ആവശ്യപ്പെട്ട് KDHP കമ്പനിയിലെ സ്ത്രീ തൊഴിലാളികൾ 2015 സെപ്റ്റംബറിലാണ് അനിശ്ചിതകാല സമരം ആരംഭിക്കുന്നത്. ഗോമതി അഗസ്റ്റിൻ, ലിസി സണ്ണി തുടങ്ങിയവരായിരുന്നു പ്രമുഖ നേതാക്കൾ. 9 ദിവസം നീണ്ടുനിന്ന സമരം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും തൊഴിൽ മന്ത്രി ഷിബു ബേബി ജോണിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയ്ക്കൊടുവിൽ തൊഴിലാളികൾ അവസാനിപ്പിക്കുകയായിരുന്നു. സമരം വിജയിച്ചതോടെ തോട്ടം മേഖലയിലെ തൊഴിലാളി യൂണിയനുകളെ പിന്തള്ളി തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിവുള്ള സംഘടനാ സംവിധാനമായി വരെ പെമ്പിളയൊരുമ ശക്തി പ്രാപിച്ചു. 2016 നടന്ന തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ പെമ്പിളയൊരുമ ബാനറിൽ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ച ഗോമതിക്ക് വിജയം കൈവരിക്കാനായി. ആദിവാസി ഗോത്ര മഹാസഭ ഉൾപ്പെടെയുള്ള വിവിധ ആദിവാസി സംഘടനകളുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മുൻവശമാണ് നിൽപ്പ് സമരം നടന്നത്. ആദിവാസികളുടെ ഭൂപ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് 2014 ജൂലൈ 9 തുടങ്ങിയ അനിശ്ചിതകാല സമരത്തിൽ പങ്കെടുത്തവരിൽ ഭൂരിപക്ഷവും സ്ത്രീകളായിരുന്നു. സമരത്തിൽ പങ്കെടുക്കുന്നവർ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യാതെ നിന്നുകൊണ്ട് സമരം ചെയ്യുന്നതിനാലാണ് ഈ സമരം നിൽപ്പ് സമരമെന്ന് അറിയപ്പെട്ടത്. ഒടുവിൽ 162 ദിവസങ്ങൾക്ക് ശേഷം മന്ത്രിസഭയുടെ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് അനിശ്ചിതകാല നിൽപ്പ് സമരം 2014 ഡിസംബർ 8 പിൻവലിച്ചു. വിജയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ഇരിപ്പ് സമരം ആരംഭിച്ചത്. മെയ് 1 കോഴിക്കോട് മിഠായി തെരുവിലൂടെ തലയിൽ കസേരകളുമേന്തി പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിഷേധം തുടങ്ങി. ടെക്സ്റ്റൈൽസ് മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയെന്ന ആവശ്യം ഉയർത്തിയായിരുന്നു സമരം. കോഴിക്കോട് തുടങ്ങിയ സമരം പിന്നീട് വിവിധ ജില്ലകളിലേക്ക് വ്യാപിച്ചു. സമരം ശക്തമായതോടെ ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ഭേദഗതി ചെയ്യാൻ സർക്കാർ തയ്യാറായി. നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് താരസംഘടനയായ അമ്മ സ്വീകരിച്ച നിലപാടിൽ അസംതൃപ്തരായ ഒരു വിഭാഗം നടിമാരും സാങ്കേതിക പ്രവർത്തകരും ചേർന്ന് 2017 നവംബർ 1 വിമൺ ഇൻ കളക്റ്റീവ് സിനിമ രൂപീകരിക്കുന്നത്. മഞ്ജു വാര്യർ ഉൾപ്പെടെയുള്ളവരായിരുന്നു സ്ഥാപക അംഗങ്ങൾ. മലയാളത്തിലെ എല്ലാ ചലച്ചിത്ര നിർമ്മാണ യൂണിറ്റുകളിലും ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റികൾ രൂപീകരിക്കുന്നതിനും ജോലി സ്ഥലത്തെ ലൈംഗിക പീഡനത്തിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കാൻ പോഷ് നിയമം 2013 കർശനമായി നടപ്പിലാക്കുന്നതിനും വേണ്ടി വനിതാ സിനിമ കളക്റ്റീവ് കേരള ഹൈക്കോടതിയിൽ ഇടപെടൽ തേടി. തുടങ്ങിയ എല്ലാ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലും പോഷ് നിയമം നടപ്പിലാക്കാൻ ഹൈക്കോടതി വിധിച്ചു. സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിലൊന്നായിട്ടാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത്. സ്വാതന്ത്ര്യത്തിന് മുൻപ് കേരള മണ്ണിൽ നടന്ന പ്രധാന സ്ത്രീ മുന്നേറ്റങ്ങളിലൊന്നാണ് കല്ലുമല സമരം. ജാതി ശ്രേണിയിൽ താഴ്ന്നവരെന്ന് കണക്കാക്കുന്ന പുലയനാർ അടക്കമുള്ള വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ അവരുടെ ജാതി അടിമത്തത്തിന്റെ അടയാളമെന്ന രീതിയിൽ
കല്ല്, കുപ്പിച്ചില്ല് തുടങ്ങിയ ഭാരമേറിയ വസ്തുക്കൾ ആഭരണമായി ധരിക്കണമെന്ന നിബന്ധന ഒരു കാലത്ത് കേരളത്തിലുണ്ടായിരുന്നു. അയ്യങ്കാളിയുടെ സ്വാധീനത്താൽ സ്ത്രീകൾ കല്ലുമാല ബഹിഷ്കരിക്കാൻ തുടങ്ങി. എന്നാൽ കല്ലുമാല ബഹിഷ്കരിക്കുന്നത് ജാതീയാചാര ലംഘനമാണെന്നും പുലയ സ്ത്രീകൾ വീണ്ടും കല്ലുമാല ധരിക്കണമെന്ന് ആവശ്യപ്പെട്ട് സവർണ ജാതിക്കാർ മുന്നോട്ട് വന്നു. നിബന്ധന അംഗീകരിക്കാത്തവർക്കെതിരെ പലപ്പോഴും മർദ്ദനമായുധമാക്കി. എന്നാൽ ഒരടിക്ക് പകരം രണ്ടടി എന്ന അയ്യങ്കാളിയുടെ നിർദ്ദേശനത്തോടെ മറുവിഭാഗവും തിരിച്ചടിക്കാൻ തുടങ്ങി. 1915 കൊല്ലം പീരങ്കി മൈതാനത്തിലെ സർക്കസ് കൂടാരത്തിൽ നടന്ന സമ്മേളനത്തിൽ ആയിരക്കണക്കിന് പുലയ സ്ത്രീകൾ കല്ലുമാല അറുത്തെറിയാൻ ആഹ്വാനം ചെയ്തു. 18ാം നൂറ്റാണ്ടിന്റെ അവസാന പദത്തിൽ നാടാർ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾ മാറുമറിക്കുന്നത് സംബന്ധിച്ച് തെക്കൻ തിരുവിതാംകൂറിലാണ് ചന്നാർ ലഹള പൊട്ടിപ്പുറപ്പെടുന്നത്. ഹിന്ദുമതത്തിലെ നാടാർ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അവകാശമുണ്ടായിരുന്നില്ല. ഇതോടെ ഇവർ ക്രിസ്തുമതത്തിലേക്ക് സ്വീകരിച്ച ശേഷം മാറുമറയ്ക്കാൻ ശ്രമിക്കുകയും ഇതിനെതിരെ സവർണ ഹിന്ദു വിഭാഗങ്ങൾ നടത്തിയ സംഘർഷവുമാണ് ചന്നാർ ലഹള. സംഘർഷം ശക്തമായതോടെ 1812 ബ്രിട്ടീഷ് റെസിഡന്റായിരുന്ന കേണൽ മൺറോ ക്രിസ്ത്യൻ നാടാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുന്ന തരം വസ്ത്രം ധരിക്കാൻ അനുമതി നൽകി. എന്നാൽ തുടർന്നും മാറുമറച്ച സ്ത്രീകൾക്കെതിരെ ആക്രമണമുണ്ടായി. പിന്നീട് നിരവധി കോടതി ഇടപെടലുകൾക്ക് ശേഷം 1859 ജൂലൈ 26 തിരുവിതാംകൂർ രാജാവ് തന്നെ ചന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അവകാശം നൽകിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചു. അതേസമയം തന്നെ അവർ ഉന്നത ജാതിയിലെ സ്ത്രീകളെ വസ്ത്രങ്ങളെ അനുകരിക്കാൻ പാടില്ലെന്നും ഉത്തരവിൽ പറഞ്ഞിരുന്നു. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്ക് നിവാസിയായിരുന്നു നങ്ങേലി എന്നാണ് വിശ്വാസം. മാറുമറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടിയായിരുന്നില്ല നങ്ങേലിയുടെ പ്രതിഷേധം എന്നതാണ് ശ്രദ്ധേയം. രാജഭരണ കാലഘട്ടത്തിൽ പണിയെടുക്കാൻ പുരുഷന്മാർക്ക് തലക്കരവും സ്ത്രീകൾക്ക് മുലക്കരവും കൊടുക്കേണ്ടി വന്നിരുന്നു. 2 ചക്രമായിരുന്നു കരം. മുലക്കരം പിരിക്കാൻ എത്തിയവർക്ക് മുൻപിൽ തന്റെ 2 മുലകളും ഛേദിച്ച് ചേമ്പിലയിൽ വെച്ച് ഇനി മുലക്കരം തരേണ്ടതില്ലല്ലോ എന്ന് നങ്ങേലി ചോദിച്ചതായി പറയപ്പെടുന്നു. നങ്ങേലിയെ ദഹിപ്പിക്കുന്ന ചിതയിൽ തന്നെ ഭർത്താവും ചാടി ആത്മഹത്യ ചെയ്തെന്നാണ് കഥ. ഒരുപക്ഷെ ആദ്യമായി മലയാളക്കരയിൽ ഒരു സ്ത്രീ നടത്തിയ പോരാട്ടമാവും ഇത്.